ഇത് ചെന്നൈയിലെ തന്നെ ലിറ്റിൽ മൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പള്ളിയാണ്. ചിന്നമല. തോമാസ് ലീഹ വന്ന് പ്രാർത്ഥിച്ച ഒരു ഗുഹയൊക്കെ ഉണ്ട് ഇവിടെ. അത് നമുക്ക് കാണാം. പള്ളിയുടെ അകത്തോട്ട് പോവാം. നല്ല വെയിലാണ്. ഈ വെയിലത്ത് അത്ര എളുപ്പമല്ല ഇവിടെ പുറത്ത് നിൽക്കാനായിട്ട്. കാരണം അടിയിൽ കല്ല് വിരിച്ച കാരണം കൊണ്ടൊക്കെ നല്ല ചൂടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥ തന്നെയാണ്. നമുക്ക് പള്ളിയുടെ അകത്തോട്ട് പോവാം. വീഡിയോ വിളിക്കണോ? നല്ല മനോഹരമായിട്ടുള്ള പള്ളിയാണ്. അതിമനോഹരമായിട്ടുള്ള പള്ളിയാണ്. ഈ പള്ളിയുടെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിക്ക് ബാത്റൂം ഇത് ചിന്നമലയിൽ തോമാസ് ലീഹ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്ന സ്ഥലമാണ്. ഇതൊരു ഗുഹയാണ്. ഈ ഗുഹയുടെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാച്ചുറൽ ഗുഹയാണിത്. ഇതാരും നിർമ്മിച്ചതൊന്നുമല്ല. ശരിക്കും പ്രകൃതിയാലുണ്ടായിരുന്ന ഗുഹയാണ്. ഈ ഗുഹയിൽ വന്നിരുന്ന് തോമാസ് ലീഹ പ്രാർത്ഥിച്ചിരുന്നൊരു സ്ഥലമാണത്. നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്നിരുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോമാസ് ലീഹ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു പുറത്തേക്കുള്ളൊരു ചെറിയൊരു പഴുതുണ്ട്. ഈ പഴുതിൽ കൂടെ തോമാസ് ലീഹ അങ്ങനെ പുറത്തോട്ട് പോയി രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം. ഇതാണ് ആ വഴി. നമ്മളിതിൽ കൂടെ തന്നെ പുറത്ത് കിടന്നിട്ട് ഈ പാറയുടെ മുകൾ ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പാറയുടെ മുകളിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ലിറ്റിൽ മൗണ്ട് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് പാറയുടെ മുകളിലാണ്. അത് നമുക്ക് കാണാം. വേളാങ്കണ്ണി മാതാവിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള രൂപം അല്ലേ? നല്ല രൂപം. ഇങ്ങനെയൊക്കെ മാതാവിൻ്റെ രൂപം കാണുമ്പോൾ നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും. ജീവനുള്ള രൂപം പോലെ തോന്നണം അല്ലേ? ഇതിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ആ ഗുഹയുടെ മോൾ ഭാഗം, നമ്മൾ താഴെ കണ്ട ഗുഹയുടെ മോൾ ഭാഗമാണ് ഈ പാറ. ഈ പാറയുടെ മുകളിലാണ് ശരിക്കും ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗുഹയിൽ നിന്ന് ആ ഗുഹയിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള വഴിയാണിത്. തോമാസ് ലീഹ ഈ ഗുഹയുടെ ഈ വഴിയിൽ കൂടെയാണ് പുറത്തോട്ട് രക്ഷപ്പെട്ടതെന്ന് പറയണം ചരിത്രം പറയുന്നത്. ഓക്കെ.